ഇനി നമുക്ക് ഫൗണ്ടേഷൻ്റെ എക്സാമിനേഷന് എക്സാക്ട്ലി നമുക്കൊരു 1 മന്ത് മാത്രമേ ഉള്ളൂ. കറക്റ്റ്. അപ്പോൾ ഈ ഒരു സമയത്തിൽ നമുക്ക് ലോ എങ്ങനെ, കാരണം നമുക്കറിയാം ലോ ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പേപ്പർ. വേറെ എന്ത് പേപ്പർ ഏത് രീതിയിൽ വന്നാലും ലോ എങ്ങനെ പിടിക്കുമെന്ന് മാത്രം പറയാൻ പറ്റില്ല. അപ്പോൾ കുറേ സ്റ്റുഡൻസ് മെസ്സേജ് അയക്കുന്ന, സാറേ ഞാനൊന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല സാറേ, കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ എഴുതിയതാണ്, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കാം. അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് നോട്ട് ചെയ്യുക. ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാം പഠിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം നമുക്ക് ഓരോരോ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമേ സബ്ജക്റ്റിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സബ്ജക്റ്റിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ ചെറിയ രീതിയിൽ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സാമിനേഷൻ ഒന്ന് മനസ്സിലാക്കി. നമ്മുടെ ഇപ്പോൾ ലോ എന്ന് പറയുന്ന പേപ്പറിൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏതാണ്? നമുക്കറിയാം മെജോറിറ്റി നമുക്ക് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. രണ്ടാമത് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാനൊന്ന് ചോദിച്ചോടെ, ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു. ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 5 മാർക്കിനാന്ന് വെച്ചോ, 5 മാർക്സിൻ്റെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നു. ഓക്കെ, ഈ 5 മാർക്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം പ്രൊവിഷൻ എന്ന് നമ്മൾ എഴുതും, അതിനുശേഷം ഫാക്ട്സ് അല്ലെങ്കിൽ അനാലിസിസ് നമ്മൾ എഴുതും, അതിനുശേഷം നമ്മൾ കൺക്ലൂഷൻ എഴുതും. അങ്ങനെയല്ലേ എഴുതും നമ്മളത്? ശരിയല്ലേ? അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. പേര് ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ കൺസെപ്റ്റ് സെയിം ആയിരിക്കും. 5 മാർക്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം ഇത് നോർമൽ റേഞ്ചിലാണ്. 2 മാർക്ക് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. അതിനുശേഷം 1 മാർക്ക് നമ്മൾ ഫാക്ട്സിന് കൊടുക്കും, 1 മാർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം കൺക്ലൂഷന് നമുക്ക് 2 മാർക്സ് കിട്ടും. ഇങ്ങനെ തന്നെയല്ലേ? യെസ്, ഇങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും നമ്മൾ ഇത്രയും പഠിക്കുന്ന ലോ എത്ര മാർക്സിന് മാത്രമാണ്? നമ്മൾ 100 മാർക്സിന് ലോ അല്ല പഠിക്കുന്നത്. നമ്മൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസും കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ്. ആണോ? ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന നിയമം എന്തിനു വേണ്ടി മാത്രമാണ്? 2 മാർക്സിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പലപ്പോഴും പറയാറില്ല, സാർ എനിക്ക് സംഭവം എല്ലാം മനസ്സിലായി. സംഭവം സാർ എവിടെ നിന്ന് വേണമെങ്കിലും ശരിക്കും മനസ്സിലാവും, പക്ഷേ എഴുതാൻ പറ്റുന്നില്ല സാർ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എഴുതുന്ന 2 മാർക്കിനല്ലേ. ഈ ഫാക്ട്സും കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിങ്ങളുടെ ഓൺ വേർഡ്സ് അല്ലേ. അതായത് നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ ആദ്യമായിട്ട് മാത്രം പോയിട്ട് നിങ്ങളുടെ സ്വന്തമായ ഭാഷയിൽ എഴുതുന്നു. അപ്പോൾ നമ്മൾ ഫാക്ട്സും കൺക്ലൂഷനും എഴുതേണ്ടത് ഏത് ലാംഗ്വേജിലാണ്? സ്വന്തം ലാംഗ്വേജിലാണ്. അത് ഐസിന്ന് പറഞ്ഞാൽ സ്വന്തം ലാംഗ്വേജിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് 5 മാർക്കിൽ 3 മാർക്കും പഠിക്കാതെ കിട്ടുന്നില്ലേ ഒരു ഇത് നോക്കുമ്പോൾ? അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാതെ പോയാലും മാർക്ക് കിട്ടണ്ടേ? കിട്ടണം. അതെങ്ങനെയാണ് സാർ ഒന്നും പഠിക്കാതെ മാർക്ക് കിട്ടുന്നത്? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. മെജോറിറ്റി സ്റ്റുഡൻസ് ചെയ്യുന്നത് ഈ 2 മാർക്ക് കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ 3 മാർക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കാണുന്നു. ഓക്കെ, ഏതെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ എടുക്കുന്നൊന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നു. മെജോറിറ്റി പ്രോബ്ലം എന്താണ്? യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ. ആണോ? അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എങ്ങനെ ശ്രമിക്കാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇനി 1 മാസം സമയമുണ്ട്. ഡെയിലി എനിക്കറിയാം എന്തായാലും ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചതാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 10 മിനിറ്റ് വെച്ച് എഴുതി പഠിക്കാൻ വേണ്ടിയേ ഞാൻ പറയുന്നില്ല. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 10 മിനിറ്റ് വെച്ച് വായിക്കാൻ, അതായത് ടൈമർ ഓൺ ആക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആൻസർ എഴുതാൻ വേണ്ടിയല്ല, ക്വസ്റ്റ്യൻ അതായത് ഇന്ന സ്ഥലത്താണ് ചോദിച്ചിരിക്കുന്നത് അത്രയും മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് എത്ര സമയം എടുക്കുമായിരിക്കും? ഒരു ആവറേജ് ഞാൻ പറയുന്നതാണ്. ഇത് കൂടുകയും കുറയുകയും ചെയ്യാം. 10 മിനിറ്റ് ഇൻറ്റു 10 ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യുക? അപ്രോക്സിമേറ്റ് നമ്മൾ പിടിച്ച ഒരു 2 മണിക്കൂർ നമുക്ക് ഒരു ദിവസം ലോയിൽ ക്വസ്റ്റ്യൻസ് കാണാൻ ടൈം സ്പെൻഡ് ആവുന്നു. ഓക്കെ, എത്ര ദിവസം നമ്മൾക്കുണ്ട്? 10 വെച്ച് നമുക്ക് 30 ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് 300 വെറൈറ്റി ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര റിപ്പീറ്റഡ് ആണ്, കോമൺ ആണ്, പക്ഷെ നമുക്ക് 300 വെറൈറ്റി ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളൊന്ന് ഇരട്ടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്താലോ? 600 ക്വസ്റ്റ്യൻസ്. എനിക്കൊന്ന് 600 ക്വസ്റ്റ്യൻസ് തപ്പിയെടുക്കാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇത്രയും വർഷത്തെ MTPയും RTPയും അതേപോലെ തന്നെ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ പുറകെയുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ കണ്ട് പരിചയപ്പെടണം. ആദ്യം ചെയ്യേണ്ടത് കണ്ട് പരിചയപ്പെടുക എന്നതാണ്. ഇപ്പോൾ ഞാൻ ബുക്ക് എടുത്ത് ഇങ്ങനെ വായിക്കുന്നു. ഓക്കെ സംഭവം മനസ്സിലായി. ഇതേ സംഭവമാണല്ലോ എക്സാമിനേഷൻ വരുന്നത്. എക്സാമിനേഷൻ വരുമ്പോൾ ഇത് മറ്റേ സംഭവമല്ലേ? മറ്റേ സംഭവം മനസ്സിലായോ? സംഭവം മനസ്സിലായി. 2 മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതേപോലെ എഴുതാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നു. ഓക്കെ, ഞാൻ ഒരിക്കലും ഓർക്ക് ഇതേപോലെ എഴുതേണ്ടതല്ല പറഞ്ഞത്. ഈ 2 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അതേപോലെ എഴുതിയാലേ 2 മാർക്ക് ഫുൾ കിട്ടത്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഫുള്ളായിട്ട് അറിയത്തില്ല. ഇപ്പം ഞാൻ ചെറിയൊരു കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം.
ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതാണ് ഗവൺമെൻറ് കമ്പനിയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താണെന്നറിയാം, 51% എന്നറിയാം, അതിനുശേഷം അത് ഗവൺമെൻറ് ആണെന്നറിയാം അല്ലേ. അപ്പോൾ എന്തെഴുതുന്നു, ഒന്നാമത് എഴുതുന്നത് ഗവൺമെൻറ് കമ്പനി എഴുതുന്നു. സെക്ഷൻ അറിയാമെങ്കിൽ സെക്ഷൻ എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് അക്കോർഡിംഗ് ടു സെക്ഷൻ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് എഴുതുക, 245 എന്ന് പറയുന്നത് 2/45 ഗവൺമെൻറ് കമ്പനി. ഓക്കെ, ഗവൺമെൻറ് കമ്പനി എന്ന് എഴുതുന്നു. ഓക്കെ, സെറ്റായി. എന്തെഴുതുന്നത് സ്വന്തം ലാംഗ്വേജിൽ എഴുതുക. ഫസ്റ്റ് എഴുതുക at least 51% of share capital or voting right, share capital by ഈ ഗവൺമെൻറ് കമ്പനിയുടെ എഴുതുമ്പോൾ ഏതാണ്ടൊക്കെ അതേപോലെ തന്നെ വരും കേട്ടോ. ഏതൊക്കെ വരും, CG, SG or SGs, CG plus SG or SGs, കറക്റ്റാ. അതിനുശേഷം ഒരു അവസാനത്തെ ലൈനുണ്ട്. എന്തെഴുതുക നമ്മൾ, subsidiary of government company, always government company. അപ്പോൾ സാറേ ഇത് ഏതാണ്ടൊക്കെ അതേപോലെ ആകും. ചിലത് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ വേറൊരു ഷോർട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്ഷൻ 4 ഡെഫിനേഷൻ എഴുതണം. പാർട്ട്ണർഷിപ്പിൻ്റെ സെക്ഷൻ നമ്പർ 4 നമുക്കറിയാം. പാർട്ട്ണർഷിപ്പ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who have agreed to. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെഴുതുക, ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് ഐഫൻ ഇടാം. എന്താണ്, റിലേഷൻ between persons must be an agreement. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബുള്ളറ്റ് പോയിന്റിൽ എഴുതുന്നു. അതായത് ഈ രണ്ട് ലൈനിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഇവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത്. മെജോറിറ്റി സ്റ്റുഡൻസ് പറയുന്നതാണ്, സാറേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ മലയാളം മീഡിയമാണ്, ഞാൻ എന്ത് ചെയ്യും സാർ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് എഴുതണ്ട. ഈ രണ്ടും കണക്ഷൻ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈസ് വാസിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. വേണ്ട, ബുള്ളറ്റ് പോയിന്റിൽ എഴുതിക്കോ. നെക്സ്റ്റ് എന്ത് വേണം, there must be a business, there is business. ഓക്കെ, ലോക്കൽ ലാംഗ്വേജ് there is business. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഏജൻസി, ഇത് ഞാൻ നിങ്ങൾ എഴുതുന്ന ലാംഗ്വേജ് പറയുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മസ്റ്റ് ബി ഷെയർഡ്. ഓക്കെ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നമ്മൾ എഴുതിയത്? നമുക്ക് എത്ര മാർക്കാണ് ഇവിടെ കിട്ടുക? 2 മാർക്കിന് വേണ്ടിയാണ് അല്ലേ? 2 മാർക്കിന് വേണ്ടിയാണ്. നമുക്ക് 2 മാർക്ക് വേണ്ട, നമുക്ക് 1 മാർക്ക് മതി. ഓക്കെ, പോട്ടെ, നമുക്ക് 0.5 മാർക്സ് മതി. തെറ്റാന്ന് പറയാൻ പറ്റുമോ? തെറ്റല്ല, ശരിയാണ്. പക്ഷേ ഇങ്ങനെ എഴുതി 1 മാർക്കൊക്കെ തരണം കേട്ടോ. പക്ഷേ നമുക്ക് 0.5. ഇനിയാണ് നമ്മുടെ ഫാക്സ് ഉള്ളത്. ഫാക്സ് നമ്മൾ എന്ത് എഴുതുന്നത്? ഈ ഫാക്സ് നമ്മൾ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഫാക്സ് എഴുതുമ്പോൾ കുറച്ച് റൂളുണ്ട്. ഒരു വാല്യൂ ചെയ്യുന്ന ആൾ ആദ്യമേ നിങ്ങളുടെ നോക്കുന്നത് ഫാക്സിലേക്കാണ്. കാരണം ഒരു കഥ മനസ്സിലാക്കിയിട്ട് ആ കഥ നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് തെളിയിക്കുന്നതിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലയോ എന്ന് അയാൾ പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം, ഫാക്സ് എഴുതുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യങ്ങളുണ്ട്. എന്താണ്? വേർഡ് ബൈ വേർഡ് കോപ്പി ചെയ്യാതിരിക്കുക. അതായത് നിങ്ങളോട് ഞാനിപ്പോൾ KGFൻ്റെ സ്റ്റോറി ഒന്ന് പറയാൻ പറഞ്ഞാൽ 2.5 മിനിറ്റ് നിങ്ങൾ തീർത്ത് കളയും. ശരിയല്ലേ? 2.5 മണിക്കൂർ സിനിമയുടെ കാര്യം നിങ്ങൾ പറഞ്ഞത് 2.5 മിനിറ്റ് കൂടി പോയാൽ 5 മിനിറ്റ് തീർക്കും നിങ്ങൾ. അതേപോലെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. സമ്മറൈസ് ചെയ്യണം. യു ഹാവ് ടു ബ്രീഫ് ഇറ്റ്. നിങ്ങളതിനെ ബ്രീഫ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ഈ ബ്രീഫ് ചെയ്യാൻ വേണ്ടി പഠിക്കുമ്പോഴും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ബ്രീഫ് ചെയ്യുമ്പോൾ ഒന്ന് വേർഡ് ബൈ വേർഡ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യു മസ്റ്റ് യൂസ് യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ എഴുതാൻ പാടുള്ളൂ. ആൻഡ് ഇവിടെ ഒരിക്കലും നോ പ്രൊവിഷൻ നിങ്ങൾ ആഡ് ചെയ്യരുത്. ഇത് കഥയാണ്, നിങ്ങളുടെ പ്രൊവിഷൻ നിങ്ങൾ എഴുതുക, നിയമം എഴുതരുത്, കഥ മാത്രം എഴുതുക. അതിനുശേഷം എഴുതേണ്ടത് ആരൊക്കെയാണ് പാർട്ടീസ്, എക്സും വൈയും, പാർട്ടീസിൻ്റെ പേരെഴുത്. നെക്സ്റ്റ് അവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് എഴുതുക. ഇഷ്യൂസ് പ്രശ്നം എഴുതുക. അഭിപ്രായം പറയരുത്. നോ ഒപ്പീനിയൻ. ഒരിക്കലും ഫാക്ട്സ് കൊണ്ട് അഭിപ്രായം എഴുതരുത്. ഒപ്പീനിയൻ എവിടെ വരുന്നുണ്ട്? ഒപ്പീനിയൻ നിങ്ങൾക്ക് വരേണ്ടത് കൺക്ലൂഷനിലാണ്. കൺക്ലൂഷനിലെ ഒപ്പീനിയൻ വരാൻ പാടുള്ളൂ, അവിടെ എഴുതാവുള്ളൂ. കൺക്ലൂഷൻ എങ്ങനെ എഴുതുക? Therefore this is not liable. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. പ്രൊവിഷൻ തട്ടിക്കൂട്ടി എഴുതി. ഓക്കെ, ഫാക്ട്സ് നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഫോളോ ചെയ്ത് എഴുതി. കൺക്ലൂഷൻ നല്ലപോലെ എഴുതുകയും ചെയ്തു. കൺക്ലൂഷൻ ഇപ്പോൾ ചിലപ്പോൾ 1 ലൈനായിരിക്കും, 2 ലൈനായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ചില സമയത്ത് കാൽക്കുലേഷൻ വരും അല്ലേ? ഈ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, കാൽക്കുലേഷൻ എവിടെ വരണം? നിങ്ങളുടെ ഫാക്സിൽ വരണം. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവിടെ വരണം. സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ, therefore it is a subsidiary company, there it is not a subsidiary company, holding company, whatever it is. കൺക്ലൂഷൻ ഏത് ലാംഗ്വേജിലാണ്? കൺക്ലൂഷൻ നിങ്ങളുടെ ഓൺ വേർഡ്സിലാണ്.
കൺക്ലൂഷൻ ഒരുപാട് വേർഡിങ്സ് നോക്കില്ല, കൺക്ലൂഷൻ ശരിയാണെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫാക്ട്സ് നമുക്ക് എത്ര മാർക്ക് കിട്ടി? നമുക്ക് എന്താണ് 1/2 മാർക്ക് തൊട്ട് 1 മാർക്ക് നമ്മൾ കിട്ടുന്നു. നമ്മൾ ഫാക്ട്സിന് ശരിക്കും നല്ലപോലെ എഴുതാൻ പഠിക്കുന്നു, ഫാക്ട്സ് നല്ലപോലെ എഴുതാൻ പഠിക്കുന്നു, 1 മാർക്കിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് കൺക്ലൂഷൻ നമുക്ക് 1.5 മാർക്ക്. ഓക്കെ, നമുക്ക് എത്ര മാർക്കായി ഇപ്പോൾ? 1 മാർക്ക് പ്രൊവിഷന്, 1 മാർക്ക് ഫാക്ട്സിന്, അതേപോലെ തന്നെ 1.5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് മാർക്ക് കിട്ടി? നമുക്ക് കൺക്ലൂഷൻ കിട്ടി. സോ ടോട്ടൽ 3.5 മാർക്സ്. ഇത് കുറച്ച് കൂടുതലാണ്, പക്ഷേ എന്നാലും 3.5 മാർക്സ് പോട്ടെ, 3 മാർക്സ് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് അറിയാവോ? ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിൽ കുറേ എഴുതാനുണ്ടെങ്കിലും ക്വസ്റ്റൻ എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റൻ മനസ്സിലാകുന്നു, അതുകൊണ്ടാണ് പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ഏതാണ്? ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റനാണ്. ക്വസ്റ്റൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ക്വസ്റ്റൻ മനസ്സിലാക്കുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ഫാക്ട്സിനും കൺക്ലൂഷനും പഠിക്കാൻ കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അപ്പോൾ മാർക്ക് കിട്ടാത്തത് സാറേ? നിങ്ങൾ എഴുതുന്ന പ്രൊവിഷനുള്ള കൺക്ലൂഷൻ അല്ല നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ എക്സാമിനേഷനിൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ആണ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. അതിനുശേഷം പ്രൊവിഷനിൽ മാത്രം മാക്സിമം നല്ലപോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം പോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ 2 മാർക്കിന് വേണ്ടി 3 മാർക്ക് സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അതേ രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തന്നെ എന്താണ്, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു സെഷൻ എന്ന രീതിയിൽ എനിക്ക് എന്താണ് പെട്ടെന്ന് കുറച്ച് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബിൽ ചോദിച്ചു, അല്ലാതെ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ ചോദിക്കാം, കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ചാനലാണ്. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് കാരണം പറ്റുവാണെങ്കിൽ നമുക്കൊരു മാരത്തോൺ കാരണം നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് വർക്കൗട്ട് സെഷൻസ് നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ആൻസർ എഴുതാൻ കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് എന്താണ് നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യാൻ എനിക്കൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഗ്രോ ചെയ്യുന്നു. നമുക്കൊരു 2200+ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റി നമ്മൾ ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ എന്താണ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ CA ഇൻ്ററിൻ്റെ ആയിക്കോട്ടെ, നമുക്ക് CMAയുടെ ആയിക്കോട്ടെ, CSൻ്റെ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നമുക്ക് സ്റ്റുഡൻസ് എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, കുറേ അറ്റംപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പിള്ളേരോട് പറഞ്ഞിട്ട്, ഈ പ്രാവശ്യം കുറേ പിള്ളേർ എന്താണ് ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെയും പിള്ളേരോട് പറയാറുണ്ട്, പിള്ളേരത് ഫോളോ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ലപോലെ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്താൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓൾ ദ വെരി ബെസ്റ്റ്.